ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം 74. മടക്കയാത്രയിൽ ഈശോ ഹീബ്രോണിനടുത്ത് ആട്ടിടയന്മാരോടൊപ്പം താമസിക്കുന്നു. അരുവിയുടെ തീരത്തുകൂടി പോകുന്ന ഒരു മലമ്പാതയിലൂടെ യേശുവും ശിഷ്യരും നടക്കുകയാണ്. വലിയ ഭാരമുള്ള സഞ്ചി ചുമന്നുകൊണ്ടു പോകുന്ന ജോണിനെ കണ്ടാൽ ചുമട്ടുകാരനാണെന്ന് തോന്നും. ഈശോ ഇപ്പോൾ ധരിച്ചിരിക്കുന്നത് സ്വന്തം ഉടുപ്പും ചെരുപ്പുമാണ്. യൂദാസിൻ്റെ അമ്മ അത് അലക്കിയിട്ടിട്ടുണ്ടാവണം. അതിലിപ്പോൾ ചുളിവൊന്നുമില്ല. ആ വയസ്സൻ്റെ മരണം കാരണം നമുക്ക് കുറേ സമയം നഷ്ടമായി. എൻ്റെ അമ്മ എന്തുമാത്രം ബുദ്ധിമുട്ടി ഒരുക്കങ്ങൾ നടത്തി, അവസാനം ഒരു ഫലവും ഉണ്ടായില്ല. നീ എന്താണ് ഒരു വിശ്വാസിയുടെ മരണത്തെപ്പറ്റി ഇത്ര പുച്ഛമായി സംസാരിക്കുന്നത്? ഒരു യഥാർത്ഥ വിശ്വാസിക്ക് ലഭിച്ച അനുഗ്രഹമാണ് ആ മരണം. ഇങ്ങനെ മരിക്കാൻ നിനക്ക് ആഗ്രഹമില്ലേ? ആയുഷ്കാലം അത്രയും അയാൾ മിശിഹായെ കാത്തിരുന്നു. അവസാന നിമിഷം ദൈവസ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ജ്വാലകൾ കൊണ്ട് അയാളെ ആവരണം ചെയ്തു. സ്നേഹം കൊണ്ട് ഒരു ബലി പോലെ അയാൾ ആ തീയിൽ വെന്തെരിഞ്ഞു. ഇതിനേക്കാൾ നല്ലൊരു അന്ത്യമുണ്ടോ? നീ തയ്യാറാക്കിയ സദ്യ അയാൾ കലക്കിക്കളഞ്ഞു എന്നാണോ? അതിൽ ദൈവം തരുന്ന ഉത്തരം കണ്ടെത്താൻ കഴിയണം. മാനുഷികമായ കാര്യങ്ങളും ആത്മീയ കാര്യങ്ങളും കൂട്ടിക്കുഴയ്ക്കരുത്. നിന്റെ അമ്മയ്ക്ക് ഇനിയും എന്നെ സൽക്കരിക്കാം. ആ വൃദ്ധന് എന്നെ കാണാൻ വേറെ അവസരം ഉണ്ടാകുമായിരുന്നില്ല. അവർ കുന്നിൻ്റെ വട്ടം കയറി. ആട്ടിടയന്മാർ മരത്തിൻ്റെ തണലിൽ ഇരുന്ന് ആടിനെ നോക്കുന്നുണ്ട്. ഈശോയെ കണ്ടയുടൻ അവർ ഓടിയെത്തി. അങ്ങ് വരാൻ താമസിച്ചത് കൊണ്ട് ഞങ്ങൾ പേടിച്ചു പോയി. അപകടമൊന്നും ഉണ്ടായില്ലല്ലോ? ഇല്ല. ഒരു ഉറച്ച വിശ്വാസി എൻ്റെ നെഞ്ചിൽ ചാരിക്കിടന്ന് മരിച്ചു, അത്രമാത്രം. ഗുരു, യോഹന്നാൻ്റെ വീട്ടിൽ താമസിക്കുന്ന ആ സ്ത്രീ ഉണ്ടല്ലോ, ഹീബ്രോണിലെ മേച്ചിൽപ്പുറങ്ങളിൽ ഞങ്ങൾ ആടുമേച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു വേലക്കാരിയെ ഞങ്ങളുടെ അടുത്തേക്ക് അയച്ചു. ഒരു സഞ്ചിയുമായാണ് അവൾ വന്നത്. അവൾ പറഞ്ഞു അവളുടെ യജമാനത്തിക്ക് ഞങ്ങളോട് സംസാരിക്കണമെന്ന്. ആദ്യം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്കൊന്നും കേൾക്കണ്ടായിരുന്നു. പക്ഷേ അവൾ ഈ സന്ദേശം കൊടുത്തയച്ചു: ഈശോയുടെ നാമത്തിൽ വരിക. അപ്പോൾ ഞാൻ പോയി. അങ്ങയെക്കുറിച്ച് പലതും അവർ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇത് നസ്രായൽക്കാരൻ ഈശോയാണ്. അദ്ദേഹം ഒരു പ്രബോധകനാണ്. പലസ്തീനയിലെങ്ങും നടന്ന് അദ്ദേഹം ജനങ്ങളെ പഠിപ്പിക്കുന്നു. നീ വിവേകപൂർവ്വം പ്രവർത്തിച്ചു. ഈശോ ഇത് പറഞ്ഞു തീരുന്നതിന് മുമ്പ് യൂദാസ് ചാടിക്കയറി പറഞ്ഞു, നീ കാണിച്ചത് അബദ്ധമാണ്. ഇദ്ദേഹം മിശിഹായും ലോകത്തിൻ്റെ രക്ഷകനുമാണ് എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? ആ റോമാക്കാരി പെണ്ണ് ദൈവത്തിൻ്റെ മഹത്വം കണ്ട് തകരട്ടെ. ഞാൻ ഇതൊക്കെ പറഞ്ഞാൽ അവൾക്ക് മനസ്സിലാകുമായിരുന്നില്ല. അവൾ കൊടുത്ത സഞ്ചി വാങ്ങി യൂദാസ് പുൽത്തകിടിയിലിരുന്ന് തൻ്റെ മേലങ്കിയിലേക്ക് അതിലുള്ളതെല്ലാം കുടഞ്ഞിട്ടു. മോതിരങ്ങളും വളകളും പാദസ്വരവും മാലയും പുറത്തേക്ക് വീണു. ഇത് സ്വീകരിച്ചപ്പോൾ നിന്റെ യജമാനൻ നിന്നെ തല്ലിച്ചതയ്ക്കും എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞ മറുപടി ഇതാണ്: ഇത് അയാളുടേതല്ല, എൻ്റേതാണ്. പാപത്തിൻ്റെ വേതനമായി കിട്ടിയതാണ് ഇത് എന്നെനിക്കറിയാം. പാവങ്ങൾക്കും പുണ്യവാന്മാർക്കും വേണ്ടി ഉപയോഗിച്ചാൽ ഇതിൻ്റെ കളങ്കം മാറും. അവർ എന്നെ ഓർത്താൽ മതി എന്ന് പറഞ്ഞ് അവൾ കരയാൻ തുടങ്ങി. ഗുരു, അങ്ങ് പോയി അവളെ കാണണം. വേണ്ട, നമ്മൾ അവളെ കാണാൻ പോകുന്നില്ല അല്ലേ? യൂദാസ് ചോദിക്കുന്നു. ഇല്ല, പോകണമെന്ന് നിങ്ങൾക്കാർക്കും തോന്നാതിരിക്കാൻ നമുക്കുടനെ ഇവിടെ നിന്ന് പോകാം. ഐസക് ജൂട്ടായിൽ ചെയ്തത് തുടർന്നും ചെയ്യണം. ഇവിടെ നിന്ന് അരമത്തി, ലിഡിയ എന്നീ സ്ഥലങ്ങളിലൂടെ പോയി ഡോക്കോയിലെത്തണം. അവിടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. ഞങ്ങളോ? നിങ്ങൾ എൻ്റെ കൂടെ വരും. ഞാൻ എങ്ങനെയാണ് ഒരുങ്ങുന്നതെന്ന് കാണും. എൻ്റെ ദൗത്യത്തിനായി ഞാനും സ്വയം ഒരുങ്ങി. എങ്ങനെയാണ് അങ്ങ് ഒരുങ്ങിയത്? ഞാൻ നിങ്ങളെ കൊണ്ട് പോകുന്നിടത്ത് കല്ലുകളും ഒരു ഹൃദയവും നിങ്ങളോട് സംസാരിക്കും.